വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. അരിപ്പൊടിയുടെ അളവ് കുറച്ചും വെള്ളം ഉപയോഗിക്കാതെയും എങ്ങനെ പുട്ട് കൂടുതൽ രുചികരമാക്കാം, ഗുണപ്രദമാക്കാമെന്ന് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നു. പുട്ട് കഴിക്കാൻ മടിയുള്ളവർ പോലും കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഈ പുട്ട് തയ്യാറാക്കാനായി നല്ലവണ്ണം പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്ത് സ്കിന്നൊക്കെ മാറ്റി മിക്സിയുടെ ജാറിൽ മുറിച്ചിടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുക. അത് ഓപ്ഷനിലാണ്, താല്പര്യം ഇല്ലാത്തവർക്കത് അവോയ്ഡ് ചെയ്യാം. അതുപോലെ 1 കപ്പ് ചിരകിയ തേങ്ങയിൽ നിന്നും കുറച്ച് തേങ്ങ കൂടി ഈ ജാറിലേക്കിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ എല്ലാം കൂടി നല്ലവണ്ണം അരച്ചെടുക്കുക. ഇത് പുട്ടുപൊടി നനച്ചെടുക്കാനുള്ള പാത്രത്തിലോട്ട് ഒഴിക്കുക. ഇനി ഇതിലേക്ക് പുട്ടുപൊടി കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കൂടെ ആവശ്യത്തിന് ഉപ്പും ഇടുക. കുറച്ച് ലൂസായി തോന്നിയാലും സാരമില്ല. കുറച്ച് കഴിയുമ്പോൾ പുട്ടുപൊടി ഈ ഏത്തപ്പഴത്തിൻ്റെ വെള്ളമെല്ലാം വലിച്ചെടുത്ത് ഡ്രൈ ആകും. 2 മീഡിയം സൈസ് ഏത്തപ്പഴത്തിന് 250 ml കപ്പിന് 1.5 കപ്പ് പുട്ടുപൊടിയാണ് എനിക്ക് വേണ്ടി വന്നത്. ഒരേത്തപ്പഴമാണേൽ 3/4 കപ്പ് പുട്ടുപൊടി മതിയാകും. പിന്നെ പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകാം. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുക. എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ എല്ലാം പൊടിഞ്ഞു വരും. എന്നാൽ ഞാൻ പഴം അരച്ച മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് കറക്കിയാൽ മതി, ഒത്തിരി അരക്കരുത്. നല്ല സോഫ്റ്റ് പൊടിയായിട്ട് കിട്ടും. ഈ പൊടി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി ഇത് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ആവിയിൽ വേവിച്ചെടുക്കണം. അവരവരുടെ താല്പര്യമനുസരിച്ച് തേങ്ങ ഇടുക. പൊടി നിറച്ച് 15 മിനിറ്റ് സ്റ്റീം ചെയ്യുക. 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ഹെൽത്തി പുട്ട് തയ്യാറായി. താല്പര്യമുള്ളവർക്ക് പഞ്ചസാരയും നെയ്യും ചേർത്ത് കഴിക്കാം. കറികൾ കൂട്ടിയും കഴിക്കാം. എന്നാൽ ഇത് തനിയെ കഴിക്കാനും നല്ലതാണ്. ഏത്തപ്പഴത്തിൻ്റെ മധുരമുള്ളത് കൊണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴവും തേങ്ങയും എല്ലാം കൂടി ചേർന്ന് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ട് തയ്യാറായി. ഏത്തപ്പഴം പുഴുങ്ങി പുട്ട് കഴിക്കാറുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.